നമസ്കാരം. രാഹുൽ മാക്കൂട്ടത്തിനെതിരെ രണ്ടാം പീഡന പരാതിക്കാരി നൽകിയിരുന്ന ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാക്കൂട്ടത്തിന് അനുവദിച്ചിരുന്ന ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചിരിക്കുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോടതി രാഹുൽ മാക്കൂട്ടത്തിനോട് നേരിട്ട് ഹാജരാവണം എന്ന് പറഞ്ഞ് നോട്ടീസ് നൽകിയിരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. അതിന് കാരണമായി പറയുന്നത് ഈ ജാമ്യാവസ്ഥയിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ ഒരു കാരണവശാലും പരാതിക്കാരെ സ്വാധീനിക്കാൻ പാടില്ല, സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല, അങ്ങനെയുള്ള കുറേ കണ്ടീഷൻസ് പറഞ്ഞാണല്ലോ ഇപ്പോഴും കോടതികൾ ജാമ്യം അനുവദിക്കുന്നത്. അതിനകത്ത് ലംഘനം നടത്തി എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അതായത് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഫോണിൽ നിന്നും വാട്സപ്പ് കോളിൽ നിന്നും പരാതിക്കാരിക്ക് വാട്സപ്പ് മെസ്സേജ് അല്ലെങ്കിൽ വാട്സപ്പ് കോൾ ചെന്നിരുന്നു എന്നാണ് പറയുന്നത്. വാട്സപ്പ് മെസ്സേജ് അല്ല, വാട്സപ്പ് കോൾ ചെന്നിരുന്നു. പരാതിക്കാരി ഫോൺ അറ്റൻഡ് ചെയ്തില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ അത് സ്വാഭാവികമായിട്ട് പരാതിക്കാരിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു ഭാഗമായിട്ട് വേണേൽ കണക്കാക്കാം. എന്താണ് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വിശദീകരണം കോടതിയിൽ ഇനി വരുന്നെങ്കിൽ മാത്രമേ അതിനെപ്പറ്റി മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ട് ചിലപ്പോൾ രാഹുൽ മാക്കൂട്ടം പറയാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. എങ്കിൽ പോലും മൊബൈലിലുള്ള ഒരു നമ്പർ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ എങ്ങാനും അറിയാതെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോലും കൂടെ, കാരണം ഈ പരാതിക്കാരിയുടെ നമ്പർ അതിനു മുമ്പ് തന്നെ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. എന്താണെങ്കിലും ശരി, ആ രീതിയിൽ ഒരു കോൾ ചെന്നതായിട്ട് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് സംശയിക്കാം, അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കാം അതിനകത്ത് രാഹുൽ മാക്കൂട്ടം കോടതിയിൽ പറയാൻ പോകുന്ന ഒരു കാര്യം എന്നാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം. അത്ര ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്താണ് പറയുന്നതെന്ന് അദ്ദേഹത്തിനെ അറിയുള്ളൂ, അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റിനെ അറിയുള്ളൂ. എന്താണെങ്കിലും ശരി, ഇനിയിപ്പം അതല്ലെങ്കിൽ ഈ രാഹുൽ മാക്കൂട്ടം ഫോൺ ഇവർക്ക് കൊടുത്തിരുന്നില്ല എന്ന് ഒരു ശ്രുതി കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോൺ കോടതി മുഖാന്തരം വാങ്ങിയെടുക്കാനായിട്ടുള്ള ഒരു കാര്യം കൂടെയാണോ എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തോ ആവട്ടെ, ആ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകട്ടെ. ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, രാഹുൽ മാക്കൂട്ടം പാലക്കാട് എന്താണെങ്കിലും മത്സര രംഗത്തേക്ക് ഇറങ്ങും എന്ന് വന്നു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ കുറേ പരാതികളോ അല്ലെങ്കിൽ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വിഷയങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഉണർന്നു വരും. കാരണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കോക്കസ് നമുക്കറിയാലോ, അത്ര ചെറിയൊരു ടീമൊന്നുമല്ല. SSP എന്ന് പറയുന്ന ഒരു കോക്കസ്, സതീശനിസ്റ്റും സംഘിസ്റ്റും പിണറായിസ്റ്റും, ഈ മൂന്ന് ടീമുകളും അവർ ഒരിക്കലും യോജിക്കില്ലാത്ത ഒരു ടീമുകളാണ്. കീരിയും പാമ്പും പോലുള്ള ടീമുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ ഒരു വിഷയത്തിനകത്ത് മാത്രം അവർ കൂട്ടി യോജിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും അതിശക്തനായിട്ടുള്ള ഒരു മഹാനായിട്ടുള്ള ഒരു അതിശക്തനായ രാജാവ് തന്നെയാണ്, സിംഹരാജാവാണ് ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാക്കൂട്ടം. അപ്പം അദ്ദേഹത്തെ ആശയപരമായി തോൽപ്പിക്കാൻ ഇവർക്കാർക്കും ഒറ്റയ്ക്കൊറ്റയ്ക്ക് സാധിക്കില്ല. അപ്പോൾ പിന്നെ മൂന്ന് പേരും കൂടെ കൂട്ടി യോജിച്ചുകൊണ്ട് മറ്റേതെങ്കിലും വിധത്തിലൊക്കെ എങ്ങനെയെങ്കിലും ഒതുക്കി ഇല്ലാതാക്കാം എന്നുള്ള ഒരു ഹിജൻ അജണ്ടയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന എല്ലാ പീഡന പരാതികളും എന്നുള്ളത് ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞു. പക്ഷേ അതിനകത്തൊന്നും അവർ ഉദ്ദേശിച്ച ഫലപ്രാപ്തിയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോരോ സന്ദർഭങ്ങളിലും എന്തെങ്കിലുമൊക്കെ പരാതികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് ഇനിയാണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും വേറെ കുറേ പീഡന പരാതികളൊക്കെ തയ്യാറാക്കിയിരുന്നു എങ്കിൽ പോലും കൂടെ അത് അങ്ങോട്ട് ഏക്കുന്നില്ലാത്തൊരു ഘട്ടമായതുകൊണ്ട് അവരത് അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് നിലവിലുള്ള പരാതികളിൽ എന്തെങ്കിലും അപ്ഡേറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം ഇത് വാർത്തയിൽ വന്നാൽ മതിയല്ലോ, ഇവർക്കാർക്കും ഇത് പ്രാബല്യത്തിൽ വരണമെന്നൊന്നുമില്ല. പ്രാബല്യത്തിൽ വരുമോ ഇല്ല എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ വാർത്തയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇങ്ങനെയുള്ള ഓരോരോ ചെറിയ ചെറിയ സില്ലി കേസുകൾ പൊക്കിക്കൊണ്ടുവരും. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ വീണ്ടും വരാം. ഈ രണ്ടാം പീഡന പരാതി ഓൾറെഡി ജാമ്യം നൽകിയിരിക്കുന്ന സെഷൻസ് കോടതിയാണ്. അതിന് ഹൈക്കോടതിയിലേക്ക് അവർക്ക് അപ്പീലിന് പോകാം. സ്വാഭാവികമായിട്ട് പ്രോസിക്യൂഷൻ അപ്പീലിന് പോകും. അപ്പോൾ അതൊരു വാർത്തയാവാം. അതുപോലെ തന്നെ ഒന്നാം പീഡന പരാതി ഹൈക്കോടതിയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. ആ ജാമ്യം റദ്ദ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോകാം. കാരണം അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ ഇടയ്ക്കൊക്കെ കേൾക്കുകയുണ്ടായി. പക്ഷേ ആരും പോയി കണ്ടില്ല. കാരണം ഇനിയിപ്പോൾ രാഹുൽ മാക്കൂട്ടം വല്ല നാമനിർദ്ദേശ പത്രികയൊക്കെ കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ആയിരിക്കാം ചിലപ്പോൾ ഒന്നാം പീഡന പരാതിക്കാരി സുപ്രീം കോടതിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത വരുന്നത്. സ്വാഭാവികമായിട്ട് അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അതൊക്കെ ഉണ്ടാകും. കാരണം ഇവരെ സംബന്ധിച്ച് അതൊക്കെ പറ്റുള്ളൂ. ഇവർക്കാർക്ക് നേരിട്ട് ഏറ്റുമുട്ടി ആശയപരമായിട്ട് ഏറ്റുമുട്ടി ആ വ്യക്തിയെ തോൽപ്പിക്കാനോ പ്രതിരോധിക്കാനോ കപ്പാസിറ്റി ഇല്ലാത്തിടത്തോളം കാലം ഇത്തരം ഈ അശ്ലീല ആഭാസ ചീഞ്ഞളിഞ്ഞ കഥകൾ കൊണ്ട് ആ വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും
അവരുടെ അജണ്ട ഇതുവരെ നടപ്പാകാത്തതിൻ്റെ ഒരു നിരാശ അവരുടെ എല്ലാ മേഖലയിലും ഉണ്ട്. അതിനു വേണ്ടിയിട്ട് മുന്നണി പോരാളികളായിട്ട് ഇറങ്ങിയ കുറേ സ്ത്രീകളുണ്ടായിരുന്നു. അവരും കുറേ കാര്യങ്ങളൊക്കെ തെളിവുകൾ സഹിതം രാഹുൽ മാക്കൂട്ടം പുറത്തേക്ക് വിട്ടതോടുകൂടി പലരും തിരശ്ശീലയ്ക്ക് പിന്നിൽ മറഞ്ഞു നിന്നുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നു. എന്നാൽ ചില സ്ത്രീകൾ ഹാലിളകി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അതിലൊരാളായിരുന്നു എം എ ഷഹനാസ്. കഴിഞ്ഞ ദിവസം ഒരു രാഹുൽ മാക്കൂട്ടത്തിനെതിരെ പത്രസമ്മേളനമൊക്കെ നടത്തി വളരെ അങ്ങോട്ട് താറടിച്ച് ഒരു മനുഷ്യനെ ഈ ഭൂമി മുഖത്ത് ഏതെല്ലാം രീതിയിലും മോശക്കാരനാക്കുക ആ രീതിയിലെല്ലാം പറഞ്ഞ് ആക്ഷേപിച്ച് അപഹാസ്യനാക്കി നാറ്റിച്ച് എന്നിട്ട് തൃപ്തിയായില്ല. അതുകൊണ്ടും രാഹുൽ മാക്കൂട്ടം തളർന്ന് വീഴുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ഇപ്പം അവസാനം അടുത്ത അടവ് കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. അവരും കുടുംബം ആത്മഹത്യ ചെയ്യുന്നു. അവർ പ്രതീക്ഷിച്ചിരുന്ന ഇതിനു മുമ്പ് വന്നിരുന്ന ഈ വിഷയങ്ങളിലെല്ലാം രാഹുൽ മാക്കൂട്ടം ആത്മഹത്യ ചെയ്ത് പോയിരിക്കും എന്നായിരുന്നു അവർ ധരിച്ചിരുന്നത്. അത് നടക്കാതെ വന്നപ്പോഴുള്ള നിരാശയിൽ നിന്നും അവർ പറയുന്നത് അവരും കുടുംബം ആത്മഹത്യ ചെയ്യുന്നു. ഇതെന്ത് എത്ര അപഹാസ്യമാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുന്നതായിട്ടാണ് അറിവ് വന്നിരിക്കുന്നത്. എന്താണെങ്കിലും ശരി, അവർ ആത്മഹത്യ ചെയ്യുമോ അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. ഏതായാലും നമുക്ക് പറയാനുള്ള ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അതുകൊണ്ട് ആത്മഹത്യ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. രാഹുൽ മാക്കൂട്ടം എങ്ങനെ ആത്മഹത്യ ചെയ്തില്ല എന്നതുകൊണ്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. രാഹുൽ മാക്കൂട്ടം ആത്മഹത്യ ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ട് എന്ന് അല്പമെങ്കിലും നീതിബോധമുള്ള മനസാക്ഷിയുള്ള മലയാളി സമൂഹം മൊത്തം ഒറ്റക്കെട്ടായി ലോകത്തുള്ള സകല മലയാളികളിൽ മഹാഭൂരിപക്ഷം പേരും ഇന്നും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നതിൻ്റെ മെയിൻ കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പൊതുസമൂഹത്തിന് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനേക്കാളെല്ലാം ഉപരി ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന ഉന്നത നീതിപീഠങ്ങൾ, കോടതികൾ വളരെ അസന്നിഗ്ധമായിട്ട് തെളിവുകൾ, അതുപോലെ തന്നെ സാക്ഷികൾ, വാദപ്രതിവാദങ്ങൾ, ഇതിൽ നിന്നെല്ലാം വളരെ കൃത്യമായിട്ട് കോടതികൾ തന്നെ അസന്നിഗ്ധമായിട്ട് പ്രതിവാദിച്ചു കഴിഞ്ഞു. ആ വ്യക്തിയിൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളൊന്നും നിലനിൽക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മനുഷ്യനെ എത്ര നിങ്ങൾ ഒതുക്കി ഇല്ലാതാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പോലും കൂടെ ഏത് കോക്കസ് കിടന്ന് പണിയെടുത്താലും ശരി, ഇവിടുത്തെ നീതിബോധമുള്ള മലയാളികളിൽ മഹാഭൂരിപക്ഷം പേരും ആ മനുഷ്യനോടൊപ്പമാണ്. ആ മനുഷ്യനെ നെഞ്ചിലേറ്റുന്നു. ഇനിയിപ്പോൾ ഈ എം എ ഷഹനാസിനോട് പൊതുസമൂഹം കുറേയധികം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. കാരണം എം എ ഷഹനാസ് പൊതുമണ്ഡലത്തിൽ വന്ന് നിന്നുകൊണ്ടാണ് ആ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ഇതേ രീതിയിൽ ആക്ഷേപിച്ച് അപഹാസ്യനാക്കി കുറേ വാഗ്ധോരണികൾ എം എ ഷഹനാസിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ ആ വ്യക്തിയെ ചിത്രീകരിച്ച് പൊതുമണ്ഡലത്തിൽ നിർത്തിപ്പൊരിച്ചത്. അപ്പോൾ അതിൽ നിന്നും പൊതുസമൂഹം ചോദിച്ചിരുന്ന കുറേയധികം ചോദ്യങ്ങൾ പൊതുമണ്ഡലത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. അതിനൊന്നും ഒരൊറ്റ ചോദ്യത്തിനും എം എ ഷഹനാസ് ഇതുവരെ മറുപടി പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. അത് പൊതുമണ്ഡലത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു 12ഓളം ചോദ്യങ്ങളാണ്. അതുകൂടാണ്ട് എം എ ഷഹനാസിനെ വ്യക്തിപരമായിട്ടുള്ള ഒരു 8 ചോദ്യങ്ങൾ എം എ ഷഹനാസിൻ്റെ സഹപാഠിയോ അല്ലെങ്കിൽ എം എ ഷഹനാസിൻ്റെ നാട്ടുകാരനോ ആയിട്ടുള്ള ഒരു വ്യക്തി, നിയാസ് മലബാർ എന്ന വ്യക്തി, അദ്ദേഹം ഒരു 8 ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം വ്യക്തിപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. വ്യക്തിപരമായിട്ടുള്ള ചോദ്യങ്ങൾ വ്യക്തിപരമായിട്ട് രാഹുൽ മാക്കൂട്ടത്തെ ആക്ഷേപിച്ചതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തിപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നിരിക്കുന്നത്. അതും പൊതുമണ്ഡലം ചോദിക്കേണ്ട ചോദ്യങ്ങൾ തന്നെയാണ്. അങ്ങനെ ഏകദേശം ഒരു 20ഓളം ചോദ്യങ്ങൾ ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നു. ഈ ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ട് മറുപടി തരാൻ കഴിയുന്നില്ല? അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതല്ലേ? 1% ഈ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്, ശ്വസിക്കുന്ന വായുവിനും കുടിക്കുന്ന വെള്ളത്തിനും മൂല്യം കൽപ്പിക്കുന്നുവെങ്കിൽ അത്തരം ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാൻ ബാധ്യസ്ഥതയല്ലേ? സാംസ്കാരിക സമിതിയുടെ നേതാവും അതുപോലെ സംസ്കാരവും അതുപോലെ തന്നെ സാഹിത്യകാരി എന്നൊക്കെയുള്ള ലേബല് ചാർത്തിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ പൊതുമണ്ഡലത്തിൽ പറയാൻ ബാധ്യസ്ഥ കൂടിയല്ലേ? ആത്മഹത്യാ ഭീഷണി പരാതിക്കെതിരെ കേസെടുക്കാനായിട്ട് വകുപ്പില്ലായിരിക്കും അല്ലേ? ഓക്കെ, ആ ഒരു ധൈര്യം ഷഹനാസിനുള്ളത് നല്ലതാണ്. എന്താണെങ്കിലും ശരി, ഈ സ്ത്രീ സംരക്ഷണ നിയമം, സ്ത്രീ സുരക്ഷാ നിയമം, അത്തരം നിയമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു യുവാവിനെതിരെ എത്ര വേണമെങ്കിലും ആക്ഷേപം ഉന്നയിക്കുക അല്ലേ? എത്രമാത്രം ആക്ഷേപിച്ച് അപഹസിച്ച് കഴിഞ്ഞാൽ പോലും യാതൊരു കുഴപ്പവും ഇല്ല എന്നുള്ള ഒരു ധൈര്യം
എം.എ. ഷഹനാസിനും ഉണ്ടായിരുന്നുകൊണ്ടല്ലേ ആ ഒരു വ്യക്തിയെ മാസങ്ങളോളം ടാർഗറ്റ് ചെയ്ത് ഈ രീതിയിൽ പൊതുമധ്യത്തിൽ വന്ന് ഇത്രയും താറടിച്ചത്. സാധാരണ ഒരു സംഭാഷണത്തിനിടയ്ക്ക് വന്നു പോയ വാക്കുകളൊന്നും അല്ലല്ലോ. പത്രസമ്മേളനം തന്നെ നടത്തി എത്ര അപഹാസ്യമായിട്ടാണ് ആ വ്യക്തിയെ ചിത്രീകരിച്ചത്. അപ്പോൾ ആ വ്യക്തിക്ക് കുടുംബമുണ്ട്, ആ വ്യക്തിക്ക് അമ്മയുണ്ട്, ആ വ്യക്തിക്ക് സഹോദരിയുണ്ട്, ആ വ്യക്തിയെ സ്നേഹിക്കുന്ന വലിയൊരു സമൂഹം ഇവിടെയുണ്ട് എന്നൊക്കെ ചിന്തിക്കാനുള്ള സാമാന്യ ബോധം പോലും എം.എ. ഷഹനാസിന് ഇല്ലാത്തത് കൊണ്ടാണോ ഇപ്പോൾ ഈ മുഖ്യമന്ത്രിക്ക് ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതി നൽകിയിരിക്കുന്നതായിട്ടുള്ള ഒരു അറിവ് അല്ലേ? എന്താണെങ്കിലും ശരി, എം.എ. ഷഹനാസിനോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല കേട്ടോ, അത്രമാത്രമേ പറയുന്നുള്ളൂ. പിന്നെ രാഹുൽ മാക്കൂട്ടത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഒറ്റ വാക്കിൽ പറയാനുള്ളൂ. രാഹുൽ മാക്കൂട്ടം തന്നെ പറഞ്ഞിരിക്കുന്നത് തന്നെ അതിൻ്റെ യഥാർത്ഥ ആൻസർ, അതായത് കൊടുങ്കാറ്റോടെ ആഞ്ഞു വീശിയ പേമാരിയിൽ കടപുഴകിയില്ല, പിന്നെയാണോ ചാറ്റൽ മഴയിൽ ഒലിച്ചു പോകുന്നത്, അത്രേ പറയാനുള്ളൂ. അതായത് കൊടുങ്കാറ്റോടെ ആഞ്ഞു വീശിയ പേമാരിയിൽ കടപുഴകാത്ത ഒരു വ്യക്തി വെറും ഒരു ചാറ്റൽ മഴ വന്നു കഴിഞ്ഞാൽ ഒലിച്ചു പോകും എന്ന് നിങ്ങൾ ധരിക്കുന്നുവെങ്കിൽ ആ നിങ്ങളുടെ ധാരണ വെറും മൂഢധാരണയാണ് എന്ന് മാത്രം പറയുന്നു. എന്താണെങ്കിലും ശരി, രാഹുൽ മാക്കൂട്ടം അതിശക്തനായ ഒരു യുവ പോരാളിയാണ്. കേരള സമൂഹം ഉറ്റുനോക്കുന്ന, ലോകത്തുള്ള സകല മലയാളികളിൽ മഹാഭൂരിപക്ഷം പേരും ഇന്നും നെഞ്ചിലേറ്റുന്ന അതിശക്തനായ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു യുവ നേതാവാണ് രാഹുൽ മാക്കൂട്ടം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇത്തരം ചപ്ലാച്ചികളൊന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത് വിലപ്പോകില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.